31 ജെറൂസലേം കൺവെൻഷൻ ആരംഭം കുറിക്കുമ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് കൈകൾ ഉയർത്തി ഒന്നുകൂടി നമുക്ക് പറയാം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവ മഹത്വത്തിനെ ഓർത്തുകൊണ്ട് തന്നെ നമുക്ക് ഒന്നുകൂടി പറയാം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമുക്കിരിക്കാം. ക്രിസ്തു ജയന്തിയുടെ 2025 വർഷത്തിൻ്റെ ജൂബിലിയിലാണ് നമ്മൾ. ഫ്രാൻസിസ് മാർപ്പാപ്പ ജൂബിലി വർഷം ആരംഭിച്ചപ്പോൾ സാർവത്രിക സഭയോട് ആവശ്യപ്പെട്ടു, നിങ്ങൾ പ്രത്യാശയുടെ തീർത്ഥാടകരാകണം, പിൽഗ്രിംസ് ഓഫ് ഹോപ്പ്. ലിയോ മാർപ്പാപ്പ ഇതിന് സമാപനത്തോടുകൂടി, പ്രത്യേകിച്ച് മിഷൻ ഞായറിനോടുകൂടി ആഹ്വാനം ചെയ്ത് പറഞ്ഞു, പ്രത്യാശയുടെ തീർത്ഥാടകരായ നിങ്ങൾ പ്രത്യാശയുടെ മിഷണറിമാരാകണം. ഈ കൺവെൻഷനിൽ പ്രത്യാശയുടെ തീർത്ഥാടകരായി പ്രത്യാശയുടെ മിഷണറിമാരാകാനുള്ള ആഹ്വാനമാണ് രക്ഷാകര മഹാജൂബിലിക്കായി 2033 ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. ഒന്ന് പ്രൈസ് ദി ലോർഡ് പറയാമോ? പ്രൈസ് ദി ലോർഡ്. ഞാൻ കഴിഞ്ഞ ആഴ്ച ഏഷ്യൻ ബിഷപ്സ് കോൺഫറൻസിന്റെ കീഴിൽ സുവിശേഷവൽക്കരണത്തിനുള്ള ഓഫീസുമായി ബന്ധപ്പെട്ട് മലേഷ്യയിലെ പെനാങ് എന്ന് പറയുന്ന സ്ഥലത്ത് ഏഷ്യൻ മിഷൻ കോൺഗ്രസിൽ CBCI പ്രസിഡന്റ് എന്ന നിലയിൽ തട്ടിൽ പിതാവിനോടൊപ്പം പങ്കെടുക്കുകയായിരുന്നു. ദ ഗ്രേറ്റ് പിൽഗ്രിമേജ് ഓഫ് ഹോപ്പ് എന്നതാണ് ആ ഏഷ്യൻ മിഷൻ കോൺഗ്രസിന് പേരിട്ടിരുന്നത്. ഏഷ്യൻ സഭ കഴിഞ്ഞ ജൂബിലി വർഷത്തില് പ്രത്യേകമായ വിധത്തിൽ തെരഞ്ഞെടുത്ത ഒരു മുദ്രാവാക്യം ഈ ജൂബിലി വർഷത്തില് നിങ്ങളോട് പങ്കുവെക്കാനായിട്ട് ഇതിന്റെ ഉദ്ഘാടന വേളയിൽ ആഗ്രഹിക്കുകയാണ്. തീർത്ഥാടനവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ വാക്യം ഏഷ്യയിലെ മെത്രാന്മാര് തെരഞ്ഞെടുത്തത്. ഈ ഏഷ്യൻ മിഷൻ കോൺഗ്രസില് 8 കർദിനാൾമാര്, ഏകദേശം 156 മെത്രാന്മാര്, ഏകദേശം ഏഷ്യയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 700-ലധികം ഡെലഗേറ്റ്സ്, ആകെ 1000-ഓളം പേര് പങ്കെടുത്ത ഒരു മീറ്റിംഗ് ആയിരുന്നു. അത് സംഘടിപ്പിച്ചു നമ്മുടെ ഒരു മലയാളി തന്നെയാണ്, യൂത്താണ്. അതിന്റെ അവിടുത്തെ മെത്രാൻ, ഈ മലേഷ്യയിലെ മെത്രാൻ നമ്മുടെ തലൂര്, ഒല്ലൂര്, കുരിയച്ചിറ പ്രദേശത്ത് റൂട്ട്സ് ഉള്ള സെബാസ്റ്റ്യൻ ഫ്രാൻസിസ് എന്ന മേച്ചേരി കുടുംബാംഗമായിട്ടുള്ള കർദിനാളാണ് പെനാങ്ങിലത്തെ മെത്രാൻ. അതുകൊണ്ട് തന്നെ അവിടെ ഏഷ്യയിലാണെങ്കിലും നമ്മുടെ തൃശ്ശൂരിന്റെ തലൂര്, ഒല്ലൂര്, കുരിയച്ചിറയുടെ ഒക്കെ റൂട്ട്സ് അവിടെയുള്ള ആളുകളാണ് ഈ മിഷൻ കോൺഗ്രസ് സംഘടിപ്പിച്ചത്. അതിൽ തെരഞ്ഞെടുത്ത ഒരു വാക്യം, ഏഷ്യയിലെ സഭയുടെ ചർച്ചയ്ക്കായിട്ട് തെരഞ്ഞെടുത്തൊരു വാക്യം, ബൈബിള് ആർക്കെങ്കിലും ഒന്ന് വായിക്കാൻ പറ്റുമോ? ബൈബിൾ എടുത്താൽ മത്തായി സുവിശേഷത്തിലെ 2-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യമാണ്. അത് ഈ ഉദ്ഘാടന വേളയിൽ ആ വാക്യം പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഹെറോദേസിന്റെ അടുത്തേക്ക് മടങ്ങി പോകരുതെന്ന് സ്വപ്നത്തിൽ മുന്നറിയിപ്പ് ലഭിച്ചതനുസരിച്ച് അവർ മറ്റൊരു വഴിയെ സ്വദേശത്തേക്ക് പോയി. ആ വാക്ക് ഇതാണ്, they went a different way. മലയാളത്തില് മറ്റൊരു വഴിയെ പോയി. ഞാൻ നിങ്ങളോട് ഇങ്ങനെ പറയും, കൺവെൻഷന്, ജെറൂസലേം കൺവെൻഷന് ഇതാ തൃശ്ശൂരത്തെ മെത്രാപ്പോലീത്ത പറഞ്ഞെന്താണ്, മറ്റൊരു വഴിക്ക് പോവാൻ. നിങ്ങളിവിടെ ജെറൂസലേക്ക് വന്നതാ, എന്നിട്ട് ഞാൻ പറയാൻ പോകുന്നത് വന്ന വഴി കൂടെ അല്ല, വേറെ വഴി കൂടെ പോണെന്ന്. പക്ഷേ ചിന്തിച്ചു കഴിയുമ്പോൾ, ചർച്ച ചെയ്ത് കഴിയുമ്പോൾ ഈ വാക്കിന് വളരെയേറെ അർത്ഥമുണ്ട്. ഇത് ആരെ കുറിച്ചാണ് പറഞ്ഞതെന്ന് നിങ്ങൾക്കറിയാമോ? ആരെ കുറിച്ചാ പറഞ്ഞത്? ആരെ കുറിച്ചാ? അവർ മറ്റൊരു വഴിയെ പോയി. ആര്? പൂജ രാജാക്കന്മാര് മറ്റൊരു വഴിയെ പോയി.
അവര് എന്തിനാ വന്നേ? അവര് പൂജരാജാക്കന്മാരാണ്. അവ വാനലോക നിരീക്ഷകരാണ്, വിദഗ്ധരാണ്. കിഴക്ക് കണ്ട നക്ഷത്രം കണ്ടപ്പോൾ എന്തോ ചരിത്രത്തിൽ ദിവ്യമായ ഒരു മുഹൂർത്തമുണ്ടായി. ലോകത്തെ രക്ഷിക്കാനുള്ള പഴയ നിയമത്തിന്റെ വാഗ്ദാനത്തിന്റെ പൂർത്തീകരണമായി ഇത് രക്ഷകൻ പിറന്നിരിക്കുന്നു എന്ന് അവർക്ക് മനസ്സിലായി. അവർ പ്രഗത്ഭരാണ്, പണ്ഡിതരാണ്. അവർക്ക് മനസ്സിലായി. അവർ അന്വേഷിച്ച് ഇറങ്ങി. നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത് രക്ഷകനെ കണ്ടെത്താനാണ്. പഴയ നിയമത്തില് പ്രവചനത്തിന്റെ പൂർത്തീകരണമായി ഐസയ്യാ പ്രവാചകൻ പറയുന്ന പോലെ 9-ാമത്തെ അധ്യായത്തിൽ കാണുന്ന പോലെ, ഇതാ നിങ്ങൾക്കായി രക്ഷകൻ കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, ദൈവം നമ്മോട് ഗുണമെന്ന് അർത്ഥമുള്ള എമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും എന്ന് പറയുന്ന രക്ഷകനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പഴയ നിയമത്തിൽ വന്ധ്യകളായ സ്ത്രീകളെ കുറിച്ച് പറഞ്ഞ് അവർ ശപിക്കപ്പെട്ടവരാണ്. കാരണം അവരുടെ ചിന്തയിൽ വരാനിരിക്കുന്ന രക്ഷകന്റെ അമ്മയാകാൻ സാധിക്കില്ലല്ലോ എന്ന ഒരു ചിന്ത കൊണ്ടാണ് അവർ അങ്ങനെയൊക്കെ വ്യാഖ്യാനിച്ചു പോയത്. പ്രായം കഴിഞ്ഞവരായിരുന്നിട്ടും മക്കളില്ലായിരുന്ന ഒരുപാട് പേരുടെ കാര്യം പഴയ നിയമത്തില് അബ്രാഹം തുടങ്ങി അങ്ങനെ എല്ലാവരുടെ കാര്യത്തിലും വരുന്നുണ്ട്. ഇസ്ഹാക്കിലും റബേക്കയുടെ എല്ലാ കാര്യങ്ങളൊക്കെ. പക്ഷേ ദൈവത്തിന്റെ പദ്ധതിയിൽ അതെല്ലാം നന്മയ്ക്കായി മാറുകയായിരുന്നു. രക്ഷകനെ കാത്തിരിക്കുന്ന ക്രിസ്മസ് കാലഘട്ടത്തിലാണ് ജെറൂസലം വചനകൂടാരത്തിൽ നമ്മൾ 31-ാം കൺവെൻഷൻ പങ്കെടുക്കുന്നത്. നമുക്ക് വേണ്ടത് എന്താണ്? രക്ഷകനെ കണ്ടെത്തണം. ഈ കൺവെൻഷനില് രക്ഷകനെ കണ്ടെത്താൻ ആഗ്രഹമുള്ള ഒരു കൈ ഉയർത്തി ഒന്ന് പ്രൈസ് ദി ലോർഡ് പറഞ്ഞേ. നിങ്ങൾ കണ്ടെത്തിയോ? രക്ഷകനെ കണ്ടെത്തിയോ? കണ്ടെത്തി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? രക്ഷകനെ കണ്ടെത്തിയ വരാനിരിക്കുന്ന രക്ഷകനെ കണ്ടെത്തിയ ആളുകളുടെ പേര് പറഞ്ഞോ? ഒരു പ്രായമായിട്ട് ഒരു മനുഷ്യൻ പറഞ്ഞു, ഇതാ ഞാൻ രക്ഷ കണ്ടെത്തിയിരിക്കുന്നു എന്നും പറഞ്ഞ് ഒരു സ്ത്രീ, അവിടെ പ്രായമായിട്ടൊരു സ്ത്രീയുടെ കാര്യം പറഞ്ഞു. അതാരൊക്കെയാ? അന്നായും ശിമിയോന്റെ ഒക്കെ കാര്യം പറഞ്ഞിട്ടുണ്ട് നമ്മൾ. പക്ഷെ രക്ഷകനെ കണ്ടെത്തിയത്, ശരിക്കും കണ്ടെത്തിയത് ആരാ? ഈശോയെ കിട്ടിയവരാരൊക്കെയാ? കണ്ടെത്തിയവരാരൊക്കെയാ? കാണാത്തവരാരൊക്കെയാ? യേശുവിന്റെ ജനനവേളയിൽ ഈശോയെ കിട്ടിയത് ഏറ്റവും കൂടുതൽ അതിന്റെ പരിപൂർണതയിൽ കിട്ടിയ ആളുടെ പേരൊന്ന് ഉറക്കെ കൈ ഉയർത്തി ആ രക്ഷകന്റെ പേരൊന്ന് പറയാമോ? ആർക്കും അറിയില്ലേ? ലോകത്തിലേക്ക് വന്ന രക്ഷകനായ ആ ദൈവ മനുഷ്യനായ ആ വ്യക്തിയുടെ പേര് പറയാമോ എന്ന്? ആരാ? ഈശോ. ആ ഈശോ ഏറ്റവും കൂടുതൽ കിട്ടിയത്, ഏറ്റവും നല്ല രൂപത്തിൽ, പൂർണ്ണമായ രൂപത്തിൽ ദൈവത്തിന് മനുഷ്യരൂപത്തിൽ കിട്ടിയത് ആർക്കാ? പരിശുദ്ധ കന്യകാമറിയത്തിന്. ആ കന്യകാമറിയത്തിന് കിട്ടിയതുപോലെ നിങ്ങൾക്കും കിട്ടാൻ പറ്റുമോ? എനിക്കും കിട്ടാൻ പറ്റുമോ? മറിയത്തിന് എങ്ങനെയാ കിട്ടിയ? ഉൽപ്പത്തി പുസ്തകം, ലൂക്കായുടെ സുവിശേഷത്തിലെ 2-ാമത്തെ അധ്യായത്തില് 26 മുതലുള്ള വാക്യങ്ങളിലാണ് മറിയത്തിന് ഈശോയെ കിട്ടിയ കാര്യം പറയാ. 2-ാമത്തെ 26 എങ്ങനെയാ? 1-ാമത്തെ അധ്യായം 26 മുതലുള്ള വാക്യങ്ങള്. സോറി, ലൂക്കായുടെ സുവിശേഷം 1-ാമത്തെ അധ്യായം, എനിക്ക് തെറ്റി. 26 മുതൽ മംഗളവാർത്ത 1-ാമത്തെ അധ്യായം 26 മുതല്. ആരും വായിക്കാനില്ലേ? 6-ാം മാസം ഗബ്രിയേൽ ദൂതൻ ഗലീലിയിൽ നസ്രത്ത് എന്ന പട്ടണത്തിൽ ദാവീദിന്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്ന പേരായ പുരുഷനുമായി വിവാഹ നിശ്ചയം നടത്തി. കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു. എന്നിട്ട് ആ ഗബ്രിയേൽ എന്തു പറഞ്ഞു? ദൂതൻ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. കർത്താവ് നിന്നോടുകൂടെ എന്ന് മറിയത്തെ നോക്കി ദൈവത്തിന്റെ ദൂതൻ പറഞ്ഞു. ദൈവത്തിന്റെ ദൂത് കൊടുക്കുന്ന ആളുകളാണ് ഈ വചന കൂടാരത്തിൽ. ഡേവിസ് അച്ഛൻ നല്ല ഗബ്രിയേലാണോ? ജോ അച്ഛൻ നല്ല ഗബ്രിയേലാണോ?
ഇപ്പൊ ഞാൻ ചെയ്യുന്ന ഡ്യൂട്ടി ഗബ്രിയേലിൻ്റെതാണോ? നിങ്ങൾ ഗബ്രിയേൽമാരായിട്ടുണ്ടോ? നിങ്ങളുടെ മക്കൾക്ക് ഗബ്രിയേൽ ആയിട്ടുണ്ടോ? കൂട്ടുകാർക്ക് ഗബ്രിയേൽ ആയിട്ടുണ്ടോ? അയൽപക്കക്കാർക്ക് ഗബ്രിയേൽ ആയിട്ടുണ്ടോ? ഗബ്രിയേൽ എപ്പോഴെങ്കിലും ആയിട്ട് ദൈവത്തിന്റെ ദൂത് കൊടുത്തിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈ ഉയർത്തി കാണട്ടെ. ഗബ്രിയേൽ അല്ലാത്തവര്, ഈ പറഞ്ഞ അർത്ഥത്തിൽ ഗബ്രിയേൽ അല്ലാത്തവര് ക്രിസ്ത്യാനികളല്ല. അല്ല, നിങ്ങൾ ക്രിസ്ത്യാനികളാണോ? ഗബ്രിയേലാണോ? ദൈവത്തിന്റെ ദൂത് കൊടുക്കുന്നവരാകണം. ആ ദൈവത്തിന്റെ ദൂത് കൊടുക്കുക. അപ്പോൾ കർത്താവിനെ കിട്ടണമെങ്കിൽ ഒന്നാമത്തെ മാർഗം ഏതാണെന്നറിയാമോ? ദൈവത്തിന്റെ വചനം ശ്രവിക്കണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം ശ്രവിക്കുന്ന സ്ഥലമാണ് ഈ വചന കൂടാരം, ജെറൂസലം ധ്യാന കേന്ദ്രം, എല്ലാ ദേവാലയങ്ങളിലും. അതുകൊണ്ടാണ് ഏറ്റവും പ്രധാനമായിട്ട് ഈ വചനമാണ് വെച്ച്. ആദിയിൽ എന്തുണ്ടായിരുന്നു? ആ വചനം ആരോട് കൂടിയായിരുന്നു? ആ വചനം എന്തായിരുന്നു? ദൈവമായിരുന്നു. ആ വചനത്തെ പ്രതിഷ്ഠിച്ചത്, കൺവെൻഷന്റെ ആരംഭത്തിൽ തന്നെ വചനത്തെ പ്രതിഷ്ഠിച്ചത് അതിന്റെ അർത്ഥത്തിലാണ്. ഇനി ലോകത്തിന്റെ പ്രകാശമായ യേശുവിനെ പ്രതിഷ്ഠിച്ച് ആ പ്രകാശം നമുക്ക് എല്ലാവർക്കും കിട്ടണം. അതാണ് ഉദ്ഘാടനം. വചനം ശ്രവിക്കണം. ഈശോയെ കിട്ടണമെങ്കിൽ, പൂജരാജാക്കന്മാരെ പോലെ ഈശോയെ കാണണമെങ്കിൽ, ആട്ടിടയന്മാരെ പോലെ ഈശോയെ ദർശിക്കണമെങ്കിൽ വചനം ശ്രവിക്കണം. യൗസേപ്പിന് ഈശോയെ തിരിച്ചറിയാൻ സാധിച്ചത് എങ്ങനെയാ? സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട ദൂതനുസരിച്ചാണ് നീതിമാന് ഈശോയെ കിട്ടിയത്. അപ്പോൾ വചനം ശ്രവിക്കണം. ഇവിടുത്തെ വചനപ്രഘോഷണം നന്നായി നടക്കുകയും ഞായറാഴ്ച വരെ നന്നായി വചനത്തിന്റെ ദൂത് കിട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നടക്കും. ആഗ്രഹമുള്ളവർ ഹല്ലേലൂയ പറഞ്ഞേ. വചനം ശ്രവിച്ചു കഴിഞ്ഞാൽ എന്തു വേണം? ലൂക്ക 2:19 2:51 പറയേ. അത് ഇവിടെ നടക്കുമെന്നാണ് ചോദ്യം. വചനം ശ്രവിച്ചു കഴിഞ്ഞാൽ ഈശോയെ കിട്ടണമെങ്കിൽ ലൂക്ക 2:19 ലൂക്ക 2:51 ഇവിടെ നടന്നാൽ കർത്താവിന്റെ കണ്ടെത്തുന്ന പ്രക്രിയ നടക്കും. അതെന്താ? ലൂക്ക 2:19 2:51. മറിയമാകട്ടെ ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഢമായി ചിന്തിച്ചുകൊണ്ട്, ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഢമായി. അപ്പൊ ഇവിടുത്തെ വചന കൂടാരത്തിൽ വചനം ശ്രവിച്ചാൽ നിങ്ങൾ അത് ഹൃദയത്തിൽ സംഗ്രഹിക്കുവോ? ഗാഢമായി ചിന്തിക്കുവോ? അത് ചിന്തിച്ചാൽ 51 പിന്നെ അവൻ മറിയത്തോടൊപ്പം പുറപ്പെട്ട് നസ്രത്തിൽ വന്ന് അവർക്ക് വിധേയനായി ജീവിച്ചു. അവന്റെ അമ്മ ഇക്കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അപ്പോൾ ഈശോയെ കിട്ടണമെങ്കിൽ കേട്ടാ മാത്രം പോരാ. ഒരു ചെവിക്കോട് കേട്ട് മറ്റേ ചെവിക്കോട് വിട്ടാൽ മാത്രം പോരാ. അത് 2 ചെവിക്കോട് ചെന്ന് ആദ്യം തന്നെ തലേ ചെന്ന് കൂട്ടിയിടിച്ച് അവസാനം ഹൃദയത്തിൽ സംഗ്രഹിക്കുന്ന രീതിയിൽ എത്തണം. നമ്മൾ പലപ്പോഴും കേൾക്കുന്നത് എങ്ങനെ പ്രസംഗങ്ങള്? ഒരു ചെവിക്കോട് കേൾക്കും, മറ്റേ ചെവിക്കോട്. ഇത് 2 ചെവിക്കോടും കേൾക്കണം. എന്നിട്ട് തലയോട്ടി ചെന്ന് തട്ടിമുട്ടണം. അത് കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങി ഹൃദയത്തിൽ വരുമ്പോൾ സംഗ്രഹിക്കലായി. അതുകൊണ്ടും ഈശോയെ കിട്ടില്ല. പിന്നെ എന്ത് വേണം? ലൂക്ക 1:45 എന്ത് വേണം? ലൂക്ക 1:45 അതിലെന്താ ഉണ്ടായ? ഈ വചനം കേട്ട് കഴിഞ്ഞ് എന്ത് വേണം? കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. നിറവേറുമെന്ന് വിശ്വസിച്ചവൾ. അപ്പോൾ ദൈവത്തിന്റെ വചനം, ഇവിടെ എഴുതപ്പെട്ടിരിക്കുന്ന വചനം, അത് ദൈവത്തിന്റെ വചനമാണെന്ന് വിശ്വസിക്കുന്നവർ ഹല്ലേലൂയ ഉറക്കെ പറഞ്ഞേ. ഒന്നുകൂടി പറഞ്ഞേ. അപ്പൊ മൂന്നാമത്തെ ഈശോയെ കിട്ടണമെങ്കിൽ മൂന്നാമത്തെ പ്രക്രിയ വിശ്വസിക്കണം. അതുകൊണ്ടും കാര്യമില്ല. നാലാമത്തെ പ്രക്രിയ ലൂക്ക 1:38 അരുൾ ചെയ്തത് വിശ്വസിച്ചാ പാരാ. എന്ത് വേണം? ലൂക്ക 1:38 ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. നിന്റെ വചനം, നിന്റെ വാക്ക്, ദൈവവചനം എന്നിൽ നിറവേറട്ടെ. സ്വീകരിക്കണം. ഈ വചന കൂടാരത്തിൽ ദൈവം പറയുന്ന കാര്യങ്ങൾ സ്വീകരിക്കാൻ തയ്യാറുള്ളവര് ഹല്ലേലൂയ പറഞ്ഞേ. സ്വീകരിക്കണം. എന്നിട്ടും ഈശോയെ കിട്ടില്ല. പ്രക്രിയകൾ കുറെ പറഞ്ഞു. ഈ വചന കൂടാരത്തില് ഇപ്പൊ നന്നായിട്ട് വചനം പറഞ്ഞാലും ഈശോയെ മറിയത്തിന് കിട്ടിയില്ല.
ഈശോയെ കിട്ടിയത് എങ്ങനെ, എപ്പോഴാ? ലൂക്ക 1:35. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. അപ്പോൾ ആകയാൽ വചനം മാംസം ധരിക്കണമെങ്കിൽ യോഹന്ന 1:14 വചനം മാംസം ധരിച്ച് നമ്മുടെ ഇടയിൽ വസിച്ചു, മറിയത്തിൽ വസിച്ചു. ആ വചനം മാംസം ധരിക്കുന്നത് എപ്പോഴാ? പരിശുദ്ധാത്മാവ്. അപ്പോൾ എല്ലാവരും കൈകളി ആചാര രൂപത്തിൽ ഒന്ന് പിടിച്ചേൻ. കർത്താവിനെ കിട്ടണമെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ അഭിഷേകം വരുത്തണം, നമ്മുടെ മേൽ വരുന്നു. അപ്പൊ ഒന്ന് പ്രാർത്ഥിക്കുക, കൈകളി ആചാര രൂപത്തിൽ പിടിച്ച്. കർത്താവായ ദൈവമേ, അങ്ങ് പരിശുദ്ധ അമ്മയിൽ ആവസിച്ചപ്പോൾ അമ്മയ്ക്ക് യേശുവിനെ ലഭിച്ചതുപോലെ ഈ വചനകൂടാരത്തിൽ കൈ കൺവെൻഷനിലായിരിക്കുന്ന ഞങ്ങളുടെ ഓരോരുത്തരുടെയും മേൽ ആവസിച്ച് ഇവിടെ പ്രഘോഷിക്കപ്പെടുന്ന വചനം അത് ഹൃദയത്തിൽ സംഗ്രഹിച്ച് അത് വിശ്വസിച്ച് അത് സ്വീകരിച്ച് ആത്മാവിന്റെ അഭിഷേകത്തോടെ യേശുവിനെ ലഭിക്കാൻ കൃപ നൽകണമേ. ഈശോ വന്നാൽ, അപ്പൊ മറിയത്തിന് ഈശോയെ കിട്ടി. ഈശോയെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യണ്ടേ? ഈശോയെ കിട്ടിയില്ലേ? കിട്ടിക്കഴിഞ്ഞാ പിന്നെ ഇരിക്ക പൂർത്തി ഉണ്ടാവില്ല. ഞാൻ പറയുന്നത് മനസ്സിലായ? ഈശോയെ കിട്ടിയാൽ പിന്നെ ഇരിക്ക പൂർത്തി ഉണ്ടാവില്ല. സംശയം ഉണ്ടെങ്കിൽ ലൂക്ക 1:39 വായിക്കും. ഈശോയെ കിട്ടിയാൽ, ഞാൻ പറഞ്ഞ വാക്കിന്റെ അർത്ഥം മനസ്സിലായല്ലോ അല്ലേ? ഇരിക്ക പൂർത്തി ഉണ്ടാവില്ല എന്ന്. അപ്പൊ എന്താ ലൂക്ക 1:39 വായിച്ചേ? ആ ദിവസങ്ങളിൽ മറിയം യൂദയായിലെ മലമ്പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. ആ വാക്കേതാ? തിടുക്കത്തിൽ. ഇൻ ഹേസ്റ്റ്. പൂജരാജാക്കന്മാർക്ക് കിഴക്ക് നക്ഷത്രം കണ്ടപ്പോൾ അവർക്കും തിടുക്കം കൂടി കാണണം. ഈ കൺവെൻഷനിൽ വന്നവർക്ക് ഇതുപോലെ ഈ കൺവെൻഷനിൽ വരണം, വചനം കേൾക്കണം, ഈശോയെ കിട്ടണം, നവീകരിക്കപ്പെടണം എന്നുള്ള തിടുക്കമുള്ളവരൊന്ന് കൈവന്ദിച്ചാൻ. മറിയത്തിനുണ്ടായി തിടുക്കമുള്ളവരൊന്ന് കൈവന്ദിക്കാൻ. ഹല്ലേലൂയ പറഞ്ഞേ. തിടുക്കുണ്ടെങ്കിൽ എന്ത് വരും? വീട്ടിൽ കിടന്നുറങ്ങില്ല, കൺവെൻഷന് വരും. നാളെ വരുവോ? നാളെ വരുവോ? തിടുക്കണ്ട. അപ്പൊ എന്തിനാ തിടുക്കം? ഈശോയെ കാണുന്നത്. മറിയത്തിന്റെ തിടുക്കെന്താ? മറിയത്തിന്റെ തിടുക്കെന്തായിരുന്നു? ഈശോയെ കൊടുക്കാൻ. അപ്പൊ നിങ്ങൾ ഈ കൺവെൻഷൻ കഴിഞ്ഞ് ഈശോയെ കുറിച്ച് പറയുന്ന, ഇവിടെ ധ്യാനം കഴിഞ്ഞ വീട്ടിൽ പോയി തിടുക്കുണ്ടാവും, അവരോട് ഈശോയെ കുറിച്ച് പറയുന്ന ചോദ്യം. മറിയത്തിന്റെ തിടുക്കം കിട്ടി ഈശോയെ കൊടുക്കാനാ. എലിസബത്തിന് അവൾക്ക് 6-ാം മാസമാണ്. ഗബ്രിയേൽ പറഞ്ഞു അവൾക്ക് സഹായം ആവശ്യമാണ്. കണ്ടറിഞ്ഞ് ഈശോയെ കൊടുക്കാൻ വേണ്ടി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എലിസബത്തിന്റെ ഉദരത്തിലെ ശിശു പ്രജ എന്തുണ്ടായി? സന്തോഷത്താൽ കുതിച്ചു ചാടി. നിങ്ങളുടെ കൺവെൻഷൻ കഴിഞ്ഞ് ഈശോയെ കൊടുക്കാൻ വേണ്ടി വീട്ടിൽ ചെല്ലുമ്പോൾ വീട്ടിലിരിക്കുന്നവർക്ക് എന്താണ് മനോഭാവം ഉണ്ടാവുക? തിടുക്കതിൽ കുതിച്ചു ചാട്ടോ അതോ അഭിഷേകം, തെറിയ അഭിഷേകോ? അവിടെ വന്ന് ഇവിടെ നോക്കാണ്ട് പോയിരിക്കാം, അതൊക്കെ ഉണ്ടാവുമോ? ചിലപ്പോൾ ഉണ്ടാവും, പേടിക്കണ്ടാവും. പക്ഷേ എലിസബത്തിന്റെ ഉദരത്തിലുള്ള ശിശു സന്തോഷത്താൽ കുടിച്ചു. അപ്പോ ഈശോയെയും കൊണ്ടുപോയാൽ ആ കുടുംബത്തില്, ആ സമൂഹത്തിൽ, ഇടവകയില് സന്തോഷത്തിന്റെ ആഹ്ലാദത്തിന്റെ തിമിർപ്പ് കുതിച്ചു ചാട്ടുന്ന. ഹല്ലേലൂയ പറഞ്ഞോ? നിന്റെ ഉദരഫലം അനുഗ്രഹീതം. എന്റെ കർത്താവിന്റെ അമ്മ എന്നെ കാണാൻ വന്നത് എത്ര ഭാഗ്യവതി. ധ്യാനം കഴിഞ്ഞ് വരുന്നത് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എത്ര ഭാഗ്യവാൻ, ഭാഗ്യവതിയായി ഞാൻ. ഉദരഫലം അനുഗ്രഹീതം. അങ്ങനെ വന്നപ്പോ എലിസബത്ത് ആരാൽ നിറഞ്ഞു? പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. അപ്പൊ ഈ കൺവെൻഷനിൽ ഈശോയെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കൊണ്ട് ഈശോയെ സ്വീകരിച്ച് ആ ഈശോയെയും കൊണ്ടുപോയാൽ ആദിമസഭയിൽ എന്ന പോലെ ഈ കാലഘട്ടത്തിലും പരിശുദ്ധാത്മാവിനാൽ നിറയുന്ന അഭിഷേകം മറ്റുള്ളവർക്ക് ലഭിക്കും. അപ്പോൾ നമ്മൾ വഴി മറ്റുള്ളവർക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കിട്ടാൻ വേണ്ടി ഒന്ന് കൈ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞ് പ്രാർത്ഥിച്ചേൻ. ഒന്നുകൂടി. അപ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവിന് നൽകുന്ന അഭിഷേകം നൽകുന്ന വ്യക്തികളായി നമുക്കും മാറാൻ പറ്റും. മാമോദിസ. അതുപോലെ തന്നെ റോമില് ഒരു സിനഡ് നടന്നു 2023-24 ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നേതൃത്വത്തിൽ 2 മാസം നടന്നതാ. അവിടെയും ഇതെല്ലാം പറഞ്ഞു. മാമോദിസ സ്വീകരിച്ചിട്ടുണ്ടോ?
മിഷണറി ആവണം, ഇല്ലെങ്കിൽ ക്രിസ്ത്യാനിയല്ല. ഈശോയെ കിട്ടിക്കഴിഞ്ഞാൽ കൊടുക്കാത്ത ഒരാളും ക്രിസ്ത്യാനിയല്ല. ഡ്യൂട്ടി. അപ്പൊ മറിയം ലോകത്തെ പ്രസവിച്ചു. അത് കഴിഞ്ഞ് ചെയ്ത എന്താ? ഈശോയുടെ കൂടെ നടന്നു കാൽവരിയിലേക്ക്. ഈശോയുടെ കൂടെ നടന്നു. കാൽവരിയിൽ അവസാനിച്ചില്ല, ഉത്ഥാനത്തിന്റെ മഹത്വത്തിലേക്ക്. അതുകൊണ്ടും മറിയത്തിന്റെ കാര്യം തീർന്നില്ല, സ്വർഗത്തിലേക്ക്. അങ്ങനെ സ്വർഗത്തിലേക്ക് മറിയം യാത്ര ചെയ്തു. അപ്പോൾ ഈ പിൽഗ്രിംസ് ഓഫ് ഹോപ്പ്, പ്രത്യാശയുടെ തീർത്ഥാടകയായ മറിയം എവിടെ ചെന്ന് എത്തിച്ചേർന്നു? പിതാവിന്റെ ഭവനത്തിൽ, സ്വർഗത്തിൽ എത്തിച്ചേർന്നു. അതാണ് ഈ ജൂബിലി വർഷത്തിൽ പ്രത്യാശയുടെ തീർത്ഥാടകരാകാൻ നമ്മളോട് പറയുന്നത്. അത് 2033 വലിയ ജൂബിലി, മഹാജൂബിലിക്ക് ഒരുങ്ങുമ്പോൾ എല്ലാവരുടെയും ജീവിത ലക്ഷ്യം സ്വർഗമാണെന്നുള്ളൊരു ചിന്തയിലേക്ക് നയിക്കണം. മറിയത്തിന്റെ വഴി എന്താണ്? യൗസേപ്പിന്റെ വഴി എന്തായിരുന്നു? യൗസേപ്പ് ആദ്യം ചിന്തിച്ചത് എന്താ? യഹൂദന്മാരുടെ നിയമം അനുസരിച്ച് മറിയത്തെ കല്ലെറിഞ്ഞു കൊല്ലാൻ അനുവദിക്കണ്ട. നീതിമാനായ യൗസേപ്പ് നീതിക്ക് കൊടുത്ത നിർവചനം എന്താ? അവളെ രഹസ്യത്തിൽ ഉപേക്ഷിക്കുക. നീതി ഈസ് ഈക്വൽ ടു കരുണ, ജസ്റ്റിസ് ഈസ് ഈക്വൽ ടു മേഴ്സി എന്ന് ഡെഫിനിഷൻ കൊടുത്തപ്പോൾ സ്വപ്നത്തിൽ യൗസേപ്പിനോട് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞത് എന്താ? നിന്റെ നീതിയുടെ നിർവചനം ശരിയല്ല. അവളിൽ സംഭവിച്ചത് പരിശുദ്ധാത്മാവിലാണ്, ദൈവത്തിന്റെ പദ്ധതിയാണ്. നീ അവളെ അവളായി സ്വീകരിക്കുക, നിന്റെ കുടുംബത്തെ തിരുക്കുടുംബമാക്കുക, നിന്റെ കേന്ദ്രബിന്ദു വളർത്തുപുത്രനായി സ്വീകരിച്ചുകൊണ്ട് യേശുവിനെ നിന്റെ മകനായി സ്വീകരിക്കുക, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കുക, കുടുംബത്തെ രക്ഷിക്കുക. നീതിമാന് ദൈവഹിതം എന്ന നീതിയുടെ നിർവചനം കിട്ടി. യേശുവിനെ കാണാൻ സാധിച്ചത് ആർക്കാ? യൗസേപ്പിനും മറിയത്തിനും അടുത്ത് കണ്ടു. ആട്ടിടയന്മാർക്ക് ദർശനമുണ്ടായി. ആട്ടിടയന്മാർക്ക് യേശുവിനെ കാണാനായി. അവർ കണ്ടത് എവിടെയാ? പുൽക്കൂട്ടിലാ. പിന്നെ യേശുവിനെ കാണാൻ പറ്റിയത് ആർക്കാ? അതിനു മുമ്പ് യേശുവിനെ കാണാൻ പറ്റാത്തവരാരൊക്കെയാ? യേശുവിനോട്, ഔസേപ്പിനോടും മറിയത്തോടും പറഞ്ഞത് എന്താ? കിരിയനി സീസറിന്റെ കൽപ്പന അനുസരിച്ച് ബെത്ലഹേമിലേക്ക് പേരെഴുതിക്കാൻ പോകാൻ പറഞ്ഞിട്ട് പോയി കഴിഞ്ഞ് പുൽക്കൂട്ടിലായിരുന്നപ്പോൾ, ആ പുൽക്കൂട്ടിലാണ് ആ ദൈവത്തിന്റെ വഴി. അതായിരുന്നു ആ ദൈവത്തിന്റെ വഴിയെ പോയി പുൽക്കൂട്ടിലാണ് ജനിച്ചത്. പക്ഷേ അതിന് മുമ്പ് പാരമ്പര്യം അനുസരിച്ച് ഔസേപ്പും മറിയും കൂടി, ഔസേപ്പ് ഒരു വീടിന്റെ മുമ്പിൽ, സത്രത്തിന്റെ മുമ്പിൽ മുട്ടി. ഇങ്ങനെ നാടകമുണ്ട്. പണ്ടൊരു നാടകം ഞാൻ വായിച്ചു ഓർക്കുന്നു. നാടകം ഇതാണ്, ക്രിസ്മസിന്റെ നാടകം. ഇപ്പൊ പള്ളിയിൽ മുഴുവൻ നാടകങ്ങളല്ലേ, നിങ്ങളൊക്കെ നന്നായിട്ട് അഭിനയിച്ചു കിട്ടും. അപ്പോൾ ഈ യേശുവിൻ്റെ ജനിക്കാറായപ്പോൾ ഇങ്ങനെ പോയിട്ട് യൗസേപ്പും ഒരു കഴുതപ്പുറത്ത് കയറി ഇങ്ങനെ വീടിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. വീടിൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞ വഴിക്ക് അവിടെ സത്രത്തിൽ ചെന്ന് മുട്ടി. അപ്പോൾ അവിടെ നാടകത്തിൽ അഭിനയിക്കുന്നു പറഞ്ഞു, നീ അവിടെ ചെല്ലുമ്പോൾ ഒരു ചെറുപ്പക്കാരനോട് പറഞ്ഞു, ഒരു അത്ര വലിയ പ്രായമൊന്നുമില്ല, യുവാനോട് പറഞ്ഞു, നീ അവിടെ ചെല്ലണം. കുറച്ച് കഴിഞ്ഞിട്ട് മുട്ടുമ്പോൾ, അപ്പോൾ ഡയറക്ടർ കൃത്യം പറഞ്ഞു കൊടുക്കും. നിങ്ങളൊക്കെ ഇപ്പോൾ നാടകത്തിൽ പല ആളുകൾ അഭിനയിച്ചിട്ടുള്ളവരല്ലേ. മുട്ടുമ്പോൾ പറയണം, മുട്ടി കഴിഞ്ഞ വഴിക്ക് വാതിൽ തുറക്കണം. വാതിൽ തുറന്നു നോക്കുമ്പോൾ യൗസേപ്പും മറിയം പിന്നിൽ കാണും. അപ്പോൾ നീ ചെയ്യേണ്ടത് എന്നാണ് ഡയറക്ടർ പറഞ്ഞു, നീ വാതിൽ ഇങ്ങനെ പെട്ടെന്ന് തുറക്കണം. തുറക്കുമ്പോൾ യൗസേപ്പിനെ കാണും. പത്തും കഴിഞ്ഞിരിക്കണോ, എൻ്റെ ഭാര്യയാണ്, ഒരു മുറിയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, ഇവിടെ മുറിയില്ല, പോ, ഇത് പറയണം. ഇതാണ് ആ നാടകത്തിലെ ഡയറക്ടർ ആ യുവാവിനോട് പറഞ്ഞത്. ഇതെന്നറിഞ്ഞു വാതിലടച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ നാടകം എല്ലാവർക്കും ഇഷ്ടമായി. കുറച്ച് കഴിഞ്ഞപ്പോൾ വാതിൽ വീണ്ടും തുറക്കണം. അവൻ വീണ്ടും, അതെ ഇങ്ങോട്ട് വന്നേ. അത് അയാൾ പറഞ്ഞതാണ് എന്നോട് ഇങ്ങനെ പറയാ, പക്ഷെ എൻ്റെ വീട്ടിൽ സ്ഥലമുണ്ട്, എൻ്റെ വീട്ടിലേക്ക് നിങ്ങൾ പോരേട്ടാ. ഡയറക്ടർ തലയിൽ കൈവച്ച് നാടകം പൊളിഞ്ഞു പാളീസായി. പക്ഷേ കാണികൾ മുഴുവൻ കൈയടിച്ചു. ആ നാടകത്തിന്റെ ഏറ്റവും നല്ല സീൻ, ഈ പയ്യൻ വാതിൽ തുറന്നിട്ട്, ഇവിടെ ആ സ്ഥലം ഇല്ലാത്ത, എൻ്റെ വീട്ടിൽ സ്ഥലമുണ്ട്, നിങ്ങൾ എൻ്റെ വീട്ടിലേക്ക് പോരെന്ന് പറഞ്ഞത്. അതവൻ ഇതൊന്നും ഓർക്കാതെ, നാടകത്തിലാണെന്നൊന്നും ചിന്തിക്കാതെ വിഷമിക്കണ രണ്ടുപേരെ കണ്ടപ്പോ അവൻ പറഞ്ഞതാ. ഈ ഡയറക്ടർ കൈവച്ചെങ്കിലും കാണികൾക്ക് ഇഷ്ടായി, നിങ്ങൾ എൻ്റെ വീട്ടിലേക്ക് പോരെ. നിന്റെ ഹൃദയത്തിന്റെ വാതിൽ, നിന്റെ കുടുംബത്തിന്റെ വാതിൽ ഇതുപോലെ വിഷമിക്കുന്ന മനുഷ്യർക്ക് തുറക്കുന്നുണ്ടോ എന്നതാണ് ചോദ്യം. ആ സത്രത്തിൽ ഉടമസ്ഥർ തുറന്നിരുന്നെങ്കിൽ ക്രിസ്തുവിനെ കണ്ടേനെ. പക്ഷെ അവർ വാതിൽ കൊട്ടി അടച്ചു.
ഹെരോദിസിന്റെ കൊട്ടാരത്തില് അവിടുത്തെ പണ്ഡിതന്മാരോട് പൂജരാജാക്കന്മാർ ചോദിച്ചു, അവരെവിടേക്കാ പോയേ? പൂരാജാക്കന്മാരുടെ വഴി എവിടെയാ? നക്ഷത്രം എവിടെയാ ചെല്ലേണ്ടത്? കാലിത്തൊഴുത്തിലെ പുൽക്കൂട്ടിൽ ചെന്ന് നിൽക്കുന്ന നക്ഷത്രം, ആ നക്ഷത്രത്തിന്റെ വഴിയല്ല. അവര് തെറ്റിപ്പോയി കൊട്ടാരത്തിലേക്ക്. അവര് ചിന്തിച്ചു യേശു ജനിക്കാൻ പോകുന്നു കൊട്ടാരത്തിലാണ്. ഹെരോദീസിന്റെ കൊട്ടാരത്തിൽ ചെന്ന് പൂജരാജാക്കന്മാരല്ലേ ചെന്ന് ചോദിച്ചു, രക്ഷ എവിടെ ജനിക്കുക? അപ്പോൾ അവിടുത്തെ പണ്ഡിതന്മാരുണ്ട്, പ്രവാചകന്മാരുണ്ട്, പുരോഹിതന്മാരുണ്ട്. അവരെല്ലാം പഴയ ദൈവമക്കൾ. ഉറപ്പ് ദാവീദിന്റെ പട്ടണമായ ബത്ലഹേമിൽ തന്നെയാണ് മഹാരാജനിരിക്കുന്ന രക്ഷകൻ ജനിക്കുക. ഉത്തരം കിട്ടി. അപ്പൊ ഹെരോദീസ് പറഞ്ഞെന്താ? നിങ്ങൾ പോയി കണ്ടു കഴിഞ്ഞിട്ട് തിരിച്ച് ഞങ്ങളുടെ അടുത്തേക്ക് വരണം. ഹെരോദീസിന്റെ ഉള്ളിൽ ഇപ്പൊ എന്തായിരുന്നു? ഞാനാണ് ഇവിടുത്തെ രാജാവ്, എനിക്ക് പകരം വേറൊരു രാജാവ് വരിക, ആ നശിപ്പിച്ചിട്ടേ ഇരിക്കൂ. അവിടുത്തെ പുരോഹിതന്മാർക്ക്, പണ്ഡിതന്മാർക്ക് യേശുവിനെ കണ്ടെത്താനായില്ല. അവരുടെ മനസ്സ്, ഉദ്ദേശം തെറ്റായിരുന്നു. ഹെരോദീസിന്റെ മനസ്സോ ദുരുദ്ദേശമായിരുന്നു. അവന് കർത്താവിനെ കിട്ടിയില്ല എന്ന് മാത്രമല്ല, കർത്താവിന്റെ ശിക്ഷയ്ക്കും ഒരുപാട് പാവപ്പെട്ട കുരുന്നുകളുടെ കൊലപാതകത്തിനും ഈ ഹെരോദീസ് കാരണക്കാരനായി. കർത്താവ് അവിടെയല്ല ജനിച്ചത്. കർത്താവിനെ കാണാൻ അവിടേക്കല്ല പോകണ്ടേ. പൂജരാജാക്കന്മാർക്ക് നല്ല മനസ്സിലായി, എന്തായാലും കാണണം. അവർ പുറത്തേക്ക് കടന്നപ്പോ വീണ്ടും അപ്പൊ ഈ വചന കൂടാരത്തില്, ഹെരോദീസിന്റെ കൊട്ടാരത്തിലാണെങ്കിൽ, ഈ വചന കൂടാരം ജെറൂസലേം ഹെരോദീസിന്റെ കൊട്ടാരമാണെങ്കിൽ നക്ഷത്രം വന്ന് നിന്നുണ്ടാവുമോ? ചോദ്യമാണ്. ഇവിടെ നക്ഷത്രം വന്ന് നിൽക്കണ്ട. ഇത് കാലിത്തൊഴുത്ത് പോലെ നിങ്ങൾ ചിന്തിച്ചാൽ യേശു ജനിക്കുന്ന സ്ഥലമാണെങ്കിൽ, പരിശുദ്ധാത്മാവിന്റെ ആവാസം ഉണ്ടെങ്കിൽ ഈ വചന കൂടാരത്തിൽ കിഴക്കേണ്ട നക്ഷത്രം നിൽക്കും. അങ്ങനെ കിഴക്കേണ്ട നക്ഷത്രം ഈ വചന കൂടാരത്തിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നവര് ഒരു ഹല്ലേലൂയ പറഞ്ഞു കേൾക്കട്ടെ. ഓ ശക്തി പോരെ, ഒന്നുകൂടി. അപ്പോ നക്ഷത്രം വന്നു നിന്നത് എവിടെയാ? കാലിത്തൊഴുത്തിൽ. പൂജരാജാക്കന്മാർ ഒരു പുൽത്തൊഴുത്തിൽ കിടക്കുന്ന യേശുവിനെ കണ്ടു, സംതൃപ്തരായി, സമ്മാനങ്ങൾ നൽകി. അവർ തിരിച്ചു പോകാൻ നേരത്ത്, അതാണ് മത്തായി 2:12 വായിച്ചത്. അവര് ഹെരോദസ് രാജാവ് പറഞ്ഞത് എവിടേക്കാ? തിരിച്ച് എല്ലാവരും. പക്ഷെ അവരെന്ത് ചെയ്തു? 2:12 എന്താ പറഞ്ഞ വായിച്ചേ? ഇതായിരിക്കും നിങ്ങൾക്കുള്ള അടയാളം, പിള്ളക്കൊച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു മത്തായി 2:12. ഞാൻ നേരത്തെ പറഞ്ഞതാ. ഹെരോദസിന്റെ അടുത്തേക്ക് മടങ്ങിപ്പോകരുതെന്ന് സ്വപ്നത്തിൽ മുന്നറിയിപ്പ് ലഭിച്ചു. ഈ കൺവെൻഷനിൽ നിങ്ങളോട് പറയും, ഇതുവരെ നിങ്ങൾ തെറ്റായ വഴിയിലേക്ക്, തെറ്റായ കൊട്ടാരങ്ങളിലേക്ക്, തെറ്റായ പ്രവർത്തനങ്ങളിലേക്ക്, കള്ളുകുടിയിലേക്ക്, മയക്കുമരുന്നിലേക്ക്, വ്യഭിചാരത്തിലേക്ക്, അങ്ങനെയുള്ള തെറ്റായ ജീവിതത്തിലേക്ക് നിങ്ങൾ ആ വഴിയിലൂടെ പോയിട്ടുണ്ടെങ്കിൽ, ഇതായി കൺവെൻഷനിൽ സ്വപ്നത്തിൽ പറഞ്ഞതുപോലെ അവർക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ദൈവം പറയുകയാണ്, ഇനി ആ വഴിയിലൂടെ പോകരുത്. നിങ്ങൾ മറ്റൊരു വഴിയിലൂടെ, ദൈവം കാണിച്ചു തരുന്ന വഴിയിലൂടെ നിങ്ങൾ തിരിച്ചു പോകണം. ഈ കൺവെൻഷന്റെ ലക്ഷ്യം ആ വഴിയിലൂടെ പോകണം. കർത്താവ് കാണിച്ചു തരുന്ന വഴിയിലൂടെ പോകണം. അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു ഹല്ലേലൂയ പറഞ്ഞേ. മത്തായി 2:14 കൂടി വായിച്ചേൻ. അതും യൗസേപ്പും മറിയവും കൂടിയുള്ള ഒരു വഴി കൂടെ പോകല. നമ്മൾ ഉദ്ദേശിക്കുന്ന വഴികളൊന്നല്ല, വേറെ വഴികളിലൂടെ പോകേണ്ടി വരും. അവൻ ഉണർന്ന് ശിശുവിനെയും അമ്മയെയും കൂട്ടി ആ രാത്രി തന്നെ ഈജിപ്തിലേക്ക് പോകാൻ പറഞ്ഞു. അവര് ചിന്തിച്ചിട്ടില്ല. ജെറൂസലേക്ക്, ബെത്ലഹേമിലേക്ക് വരാൻ പറഞ്ഞാൽ അവര് ചിന്തിച്ചിട്ടില്ല. ദൈവത്തിന് നീ ഈജിപ്തിലേക്ക് പോകാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ചു നേരം നസ്രത്തിലേക്ക് പോകാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് കുറെ കഴിയുമ്പോൾ യേശു വളർന്നു കഴിഞ്ഞപ്പോൾ കാൽവരിയിലേക്ക് പോകാൻ പറഞ്ഞു. ദൈവത്തിന്റെ പദ്ധതിയിലൂടെ പോകണം. ഒരു കൂട്ടരുടെ കൂടി യാത്രയും കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്തുക. ലൂക്കാട് സുവിശേഷത്തിൽ 24-ാമത്തെ അധ്യായത്തില് 2 പേരുടെ യാത്രയുണ്ട്. പോകാൻ പറഞ്ഞ വഴിയിലില്ല, നിൽക്കാൻ പറഞ്ഞ വഴിയിൽ നിന്ന്. അപ്പോസ്തല പ്രവർത്തനം 1-ാമത്തെ അധ്യായത്തിൽ 4-ാമത്തെ യേശുവിന്റെ മരണശേഷം ഉത്ഥാനമൊക്കെ കഴിഞ്ഞപ്പോൾ അവരോട്, ശിഷ്യന്മാരോട് പറഞ്ഞെന്താ? അപ്പോസ്തല പ്രവർത്തനം 1:4.
അവൻ അവരോടൊപ്പം ഭക്ഷണത്തിനിരുന്നപ്പോൾ കൽപ്പിച്ചു, നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത്. യേശുവിന്റെ മരണം കഴിഞ്ഞപ്പോൾ നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത്, അവിടെ താമസിക്കണം. ലൂക്കായുടെ സുവിശേഷം 24:49 ഇത് തന്നെ പറയുന്നുണ്ട്. ലൂക്ക 24:49. അതെന്താ? ആ ദിവസം തന്നെ അവരിൽ രണ്ടുപേര് ജെറുസലേമിൽ നിന്ന് ഏകദേശം 60 സ്ഥാദിയോൺ അകലെയുള്ള എമ്മാവൂസ് ഗ്രാമത്തിലേക്ക് പോവുകയായിരുന്നു. അവരോട് പറഞ്ഞതെന്താ? ശക്തി കിട്ടുന്നവരെ ജെറൂസലത്തില് വസിക്കണം, ഈ കൺവെൻഷനിൽ നിങ്ങൾ പങ്കെടുക്കണം. എന്നാൽ അവര് ചെയ്തത് എന്താ? ഉയർന്ന മലയായ ജെറൂസലത്തിൽ നിന്ന് വളരെ താഴ്വരയുള്ള എമ്മാവൂസിലേക്ക് 70 സ്ഥാദിയോൺ ദൂരെയുള്ള അകലേക്ക് തങ്ങളുടെ പദ്ധതിയുമായി അവര് പോയി. ആ രണ്ടുപേരുടെ പേര് കിട്ടുമോ നിങ്ങക്ക്? 18ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ലൂക്ക 24. ആ 24:18 എന്താ? അപ്പൊ ഒരുത്തിന്റെ പേര് ക്ലെയോഫാസ്. രണ്ടുപേരിലും മറ്റേ ആളുടെ പേരെന്ന് പറഞ്ഞേ. ആർക്കെങ്കിലും മറ്റേ ആളുടെ പേര് അറിയാൻ ആഗ്രഹമുണ്ടോ? ജെറൂസലം വചന കൂടാരത്തിലുള്ളവർക്ക് ആർക്കെങ്കിലും ആ മറ്റേ ആളുടെ പേര് അറിയാൻ ആഗ്രഹമുള്ളവരൊന്ന് കൈബന്ധിച്ചാൻ. കുറെ പേരുണ്ട് ഇല്ലേ? ഒരാളുടെ പേര് ക്ലെയോപ്പാസ്, മറ്റേ ആളുടെ പേര് ഇനി അറിയാൻ ആഗ്രഹമുള്ളവർ കൈ നന്നായിട്ടൊന്ന് ഉയർത്തിയാൻ, എന്നിട്ട് കൈ ഇങ്ങനെ ഇങ്ങോട്ട് തിരിച്ചാൻ, എന്നിട്ട് സ്വന്തം ഭാഗത്തേക്ക് നോക്കിയാൻ. മറ്റേ ആളുടെ പേരാകുന്ന ഞാൻ തന്നെ. അപ്പൊ ഇഷ്ടായി അല്ലേ? അവരാണ്. അപ്പൊ ഞാൻ തന്നെയാണ് വഴിതെറ്റി പോണേ. എന്നിട്ട് പോയി കഴിഞ്ഞപ്പോ എന്തുണ്ടായി? യേശു അവരുടെ കൂടെ. അപ്പൊ നിങ്ങൾ വഴിതെറ്റിപ്പോയാലും, അപ്പോ മറ്റൊരു വഴിയെ പോയി, പക്ഷെ ആയിരിക്കേണ്ട സ്ഥലത്ത് നിന്ന് വേറെ പോയ എമ്മാവൂസ് ശിഷ്യന്മാരുടെ കാര്യം പറഞ്ഞു. അവര് വഴിതെറ്റിപ്പോയതാ, പറഞ്ഞ വഴി കൂടെ അല്ല പോയേ. പക്ഷേ പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ലെന്ന് പറഞ്ഞ ഈശോ കൂടെ നടക്കുക. നിങ്ങൾക്ക് തിരിച്ചറിയില്ല. അവരാരെ കുറിച്ചാ പറഞ്ഞുകൊണ്ടിരുന്നാണെന്ന്? ഈശോയെ കുറിച്ച്, ഈശോയുടെ പീഡാസഹനം മരണത്തെ കുറിച്ചൊക്കെ. ആരോടാ പറഞ്ഞിരുന്നേ? ഈശോയെ കുറിച്ച് പറഞ്ഞിരുന്നത് ആരോടാ? ഈശോയോട് തന്നെ. പക്ഷെ അത് അവർക്ക് മനസ്സിലായോ? മനസ്സിലായില്ല. കുറെ കഴിഞ്ഞപ്പോ അവരെ ബോഷന്മാരെന്ന് വിളിച്ചു. 17 ബോഷന്മാരെന്ന് വിളിച്ചേ. 24 15 16 എന്തെന്ന് വിളിച്ചേ? അവൻ ചോദിച്ചു, ഏതു കാര്യങ്ങൾ? അവർ പറഞ്ഞു, നസ്രായന യേശുവിനെ കുറിച്ച് തന്നെ. അവൻ ദൈവത്തിന്റെ മനുഷ്യരുടെ മുമ്പിൽ വാക്കിലും പ്രവൃത്തിയിലും ശക്തനായ പ്രവാചകനായിരുന്നു. അപ്പൊ അവര് പറഞ്ഞ എന്താ? അവർ ഹൃദയം വന്നി 25 ആയപ്പോഴേക്കും ബോഷന്മാരെന്ന് വിളിച്ചു. അപ്പോൾ അവൻ അവരോട് പറഞ്ഞു, ബോഷന്മാരെ പ്രവാചകന്മാർ ചോദിക്കട്ടെ, ഈ വാക്ക് ഈശോ നമ്മളെ കുറിച്ച് പറയും. ഈശോ കൂടെ നടന്നിട്ട് ഇടയ്ക്ക് നമ്മൾ ബോഷന്മാരെന്ന് വിളിക്കൂട്ടാ. വിഷമം ഉണ്ടാവുക? ഹൃദയം മന്ദീഭവിച്ച് ഇതൊന്നും വിശ്വസിക്കാൻ പറ്റാ. ഇന്നൊരു കൂടെ നടന്നു, അപ്പോഴും തിരിച്ചറിഞ്ഞില്ല. അത് കഴിഞ്ഞ് ചിലപ്പോ ദൈവം അകലുന്ന പോലെ തോന്നും. 28ാമത്തെ വാക്യമായപ്പോഴേക്കും എന്തായി? അവർ എത്തേണ്ടിയിരുന്ന ഗ്രാമത്തോടടുത്തു. അവനാകട്ടെ യാത്ര തുടരുകയാണെന്ന്. ഇത് കഴിഞ്ഞിട്ട് ഈ കൺവെൻഷൻ അവസാനിക്കാറാകുമ്പോൾ നമ്മൾ വിചാരിച്ച ഒരു കാര്യം നടക്കണല്ലോ. ഈശോ അകലുന്നത് പോലെ തോന്നും. പക്ഷേ അകലുന്ന പോലെ ഉണ്ടെങ്കിലും ആ രണ്ടുപേര് പറഞ്ഞ വാക്കെന്താ? 29, 30. അവരവനെ നിർബന്ധിച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങളോട് കൂടെ താമസിക്കുക. ഞങ്ങൾ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പരിശുദ്ധ കുർബാനയെ കുറിച്ച് എഴുതിയ അതിമനോഹരമായ ഒരു ചാക്രി ലേഖനത്തിന്റെ പേരാണ് ലത്തീനിൽ മാനെ നൊബിസ്കും ദോമിനെ, നാഥ കൂടെ വസിക്കണമേ. ഈ കൺവെൻഷനില് ആ 2 ശിഷ്യന്മാരോട് കൂടെ പോയതുപോലെ ഈശോ നമ്മുടെ കൂടെ നടക്കുന്നുണ്ട്. വൈകുന്നേരങ്ങളായി തിരിച്ചറിയില്ല. ഉടനെ നമ്മളും പറയണം, ഈശോയെ നാഥ കൂടെ വസിക്കണം. ഒന്ന് കൈ ഉയർത്തി പറഞ്ഞേ, നാഥ കൂടെ വസിക്കണമേ. ഒന്നുകൂടി പറഞ്ഞേ, നാഥ കൂടെ വസിക്കണമേ. അങ്ങനെ വസിക്കുന്നതാണ് പരിശുദ്ധ കുർബാന. ഈശോ വസിച്ചു. ആതിഥേയൻ സാധാരണ നിലയിൽ ഭക്ഷണം കൊടുക്കണം, അതിഥി അല്ല ഭക്ഷണം കൊടുക്കുക. എന്നാൽ ഈശോ അവിടെ ചെന്നപ്പോ എന്തുണ്ടായി? അതിഥി ആതിഥേയനായി. അവൻ അപ്പമെടുത്ത് അടുത്ത വാചകം വായിച്ചേ.
അപ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു. അല്ലല്ല, അതിനു മുമ്പ് അവരോടൊപ്പം ഭക്ഷണത്തിലിരുന്നപ്പോൾ അവൻ അപ്പം എടുത്ത് ആശീർവദിച്ച് അവർക്ക് കൊടുത്തു. എടുത്തു, വാഴ്ത്തി, മുറിച്ചു, കൊടുത്തു. അത് സെയ്യോൻ ഊട്ടുചാലിൽ ഒടുവിഴത്ത് അത്താഴവേലയിൽ നടന്നത്. ഇതാ അവരുടെ വീട്ടിൽ വെച്ച് ആതിഥേയൻ അതിഥിയായ അപ്പമെടുത്ത് വാഴ്ത്തി മുറിച്ചു കൊടുത്തു. ഇതേതാ? പരിശുദ്ധ. അപ്പോൾ ഇവിടത്തെ ഈ വചന കൂടാരത്തിലെ കണ്ണ് തുറക്കണമെങ്കിൽ അടുത്ത വാചകം എന്താ? കണ്ണു തുറന്നു, തിരിച്ചറിഞ്ഞു. അല്ലേ? അതന്നെയല്ലേ? അപ്പോൾ അവരുടെ കണ്ണു തുറഞ്ഞു, അവർ അവനെ തിരിച്ചറിഞ്ഞു. അപ്പൊ ഇതിനുള്ള ഏറ്റവും വലിയ അനുഗ്രഹത്തിന്റെ അവസരം ഇവിടുത്തെ പരിശുദ്ധ കുർബാനയാണ്. ഈ പരിശുദ്ധ കുർബാനയാണ് ഈ വചന കൂടാരത്തിലെ കേന്ദ്രഭാഗം. ഈ വചനം തിരിച്ചറിയണമെങ്കിൽ, യേശുവിനെ അറിയണമെങ്കിൽ ഈ ആരാധനയിൽ സജീവമായി പങ്കെടുക്കണം. ഹല്ലേലൂയ. തിരിച്ചറിഞ്ഞു, കണ്ണു തുറന്നു. അപ്പോൾ ഈ കൺവെൻഷനിലൂടെ തിരിച്ചറിയാൻ, ഈശോനെ അറിയാൻ, കണ്ണു തുറക്കാൻ ആഗ്രഹമുള്ളവർ എന്തൊന്ന് കൈപൊന്നിച്ച് ഹല്ലേലൂയ പറഞ്ഞേ. പക്ഷേ അടുത്തത് വായിച്ചേ. അപ്പോൾ അവരുടെ കണ്ണ് തുറക്കപ്പെട്ടു, അവർ അവനെ തിരിച്ചറിഞ്ഞു. പക്ഷേ അവരുടെ മുമ്പിൽ നിന്ന് അപ്രത്യക്ഷനായി. അതുവരെ മനുഷ്യരൂപത്തിൽ നടന്ന കർത്താവിനെ പിന്നെ അവിടെ കാണാനില്ല. ബാക്കി എന്തായിരുന്നു അവിടെ ഉണ്ടായിരുന്നേ? അവ മുറിച്ച അപ്പമുണ്ട്, അത് പങ്കുവെച്ച മനുഷ്യരുണ്ട്, 2 പേരുണ്ട്. ഇനി യേശുവിനെ കണ്ടെത്തണമെങ്കിൽ ഈ അപ്പത്തെ നോക്കണം. പരിശുദ്ധ കുർബാനയിൽ സത്യമായി യേശു എഴുന്നള്ളിയിരിക്കുന്ന വിശ്വസിക്കുന്നവരെ മാത്രം ഒന്ന് ഹല്ലേലൂയ പറഞ്ഞേ. തിരിച്ചറിയണം, കണ്ണു തുറക്കണം. ആ ശിഷ്യന്മാർ ഉടനെ തന്നെ യേശുമാരായി. അപ്പോഴാണ് അടുത്ത വാചകം എന്താ? അതുവരെ ഈശോ പറഞ്ഞ വാക്കിന്റെ പൊരുൾ തിരിച്ചറിയാത്തവർക്ക് എന്താ പറഞ്ഞ അടുത്ത വാചകം? അവർ പരസ്പരം പറഞ്ഞു, വഴിയിൽ വെച്ച് അവൻ വിശുദ്ധ ലിഖിതം വിശദീകരിച്ചുകൊണ്ട് നമ്മോട് സംസാരിച്ചപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നു. ഇങ്ങനെ ഹൃദയം ജ്വലിക്കാൻ ആഗ്രഹമുള്ളവര്, വചനത്തില് ആഗ്രഹമുള്ളവര് പരിശുദ്ധ കുർബാനയെ ശക്തമായി കേന്ദ്രീകരിച്ചുകൊണ്ട് ഒന്ന് ഹല്ലേലൂയ പറഞ്ഞേ. തീർന്നില്ല. വഴിതെറ്റിപ്പോയവര് നേരായ വഴിക്ക് തിരിച്ചു വന്നു. അടുത്ത വാചകം ഇതാണ് ഈ കൺവെൻഷനിൽ നടക്കേണ്ടത്. ഈ പൂജരാജാക്കന്മാരെ തെറ്റായ വഴിക്ക് പോകാതെ ദൈവം പറഞ്ഞ വഴിയിലൂടെ മറ്റൊരു വഴിയിലൂടെ പോയിട്ടുണ്ടെങ്കിൽ, എമ്മാവ് ശിഷ്യന്മാര് തെറ്റായ വഴിയിലൂടെ പോയപ്പോൾ കണ്ണു തുറഞ്ഞ് തിരിച്ചറിഞ്ഞ് വചനം ഗ്രഹിച്ച് എന്ത് ചെയ്തു? അടുത്ത വാചകം. അവർ അപ്പോൾ തന്നെ എഴുന്നേറ്റു ജെറുസലേമിലേക്ക് തിരിച്ചുപോയി. ഈ കൺവെൻഷൻ കഴിയുമ്പോ കുടുംബത്തിന്റെ കൂട്ടായ്മയിലേക്ക്, ഇടവകയുടെ കൂട്ടായ്മയിലേക്ക്, സഭയുടെ കൂട്ടായ്മയിലേക്ക് തിരിച്ചു നടക്കണം. ആ നടക്കാൻ ആഗ്രഹമുള്ളവര് ഹല്ലേലൂയ പറഞ്ഞേ. അപ്പൊ കൺവെൻഷൻ കഴിയുമ്പോൾ വ്യത്യാസം ഉണ്ടാവും. തിരിച്ച് എത്തിക്കഴിഞ്ഞാലോ അടുത്ത വാചകം. അവിടെ കൂടിയിരുന്ന 11 പേരെയും. അപ്പോ സഭയുടെ കൂട്ടായ്മയുണ്ടായി. സഭയുടെ കൂട്ടായ്മയുണ്ടായി. ഒരുത്തന് ഒറ്റക്കെടുത്തു, 11 പേരെ ബാക്കിയുള്ളൂ. അവരുടെ കൂടെ നിന്നു. അവരുടെ കൂടെ അപ്പോസ്തല പ്രവർത്തനം 1:14 കാണുന്ന പോലെ ഒരാളുണ്ടായിരുന്നു. ഇവിടെ മാതാവിന്റെ രൂപ എവിടെയാ? അവിടെയുണ്ട്. അപ്പോസ്തല പ്രവർത്തനം 1:14 അമ്മയോട് ചേർന്ന് നിന്നു, കൂട്ടായ്മയിലേക്ക് വന്നു. പിന്നെ അവർ പറഞ്ഞത് എന്താ? കർത്താവിനെ കുറിച്ച് അവർ പ്രഖ്യാപിച്ചത് എന്താ? കർത്താവ് സത്യമായും ഉയർത്തെഴുന്നേറ്റു. ഞാൻ നിർത്തുക. പൂജരാജാക്കന്മാർ തെറ്റായ വഴിയിലൂടെ പോയി കൊട്ടാരത്തിലെത്തിയെങ്കിൽ, അവരെ നയിച്ച് പുൽക്കൂട്ടിലെത്തിച്ചെങ്കിൽ, പുൽക്കൂട്ടിൽ നിന്ന് തിരിച്ച് കൊട്ടാരത്തിലേക്ക് തെറ്റായ വഴിയിലൂടെ പോകാതെ മറ്റൊരു വഴിയിലൂടെ പോയിട്ടുണ്ടെങ്കിൽ ഈ കൺവെൻഷനിൽ അത് സംഭവിക്കണം. ദൈവം പറയുന്ന വഴിയിലൂടെ പോകണം. എമ്മാവ് ശിഷ്യന്മാര് ജെറൂസലേമിൽ വസിച്ച് കൂട്ടായ്മയിൽ വസിക്കാൻ പറഞ്ഞിട്ട് അവർ സ്വന്തം പദ്ധതി അനുസരിച്ച് തെറ്റായ വഴിയിലൂടെ എമ്മാവുസിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ, കർത്താവ് ഈ കൺവെൻഷനിൽ നമ്മുടെ കൂടെ നടന്ന് ചിലപ്പോൾ ഹൃദയം മന്ദീഭവിച്ചേരെ ബോഷന്മാരെ എന്ന് പറഞ്ഞ് നമ്മെ തിരുത്തി നമ്മെ എത്തിച്ചേർന്ന് അപ്പം മുറിക്കുന്ന കുർബാനയിലേക്ക് കൊണ്ടുവരും.
അവിടെ വെച്ച് കണ്ണു തുറക്കും, തിരിച്ചറിയും. അപ്പോൾ വചനം കഴിച്ച് ഹൃദയം ജ്വലിക്കും, അവർ എഴുന്നേൽക്കും, തിരിച്ചു പോകും, കൂട്ടായ്മയിലേക്ക് പോകും. അങ്ങനെ കുടുംബത്തിൽ കൂട്ടായ്മയിലേക്ക് വന്ന് കർത്താവ് സത്യമായും രക്ഷകനാവ് ഉയർത്തെഴുന്നേറ്റ് എന്ന് പ്രഖ്യാപിക്കുക. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് വന്നേ. നമുക്ക് ഈശോയെ കാണണം, ഈശോയെ കിട്ടണം, ഈശോയെ കൊണ്ടു നടക്കണം, ഈശോയെ പ്രസവിക്കണം, പ്രഘോഷിക്കണം, ഈശോയെ കാണിച്ചു കൊടുക്കണം, മിഷണറിമാരാകണം. അതിന് വേണ്ടി വന്നാൽ മറ്റൊരു വഴിയെ ദൈവം കാണിച്ചു തരുന്ന വഴിയുണ്ടെങ്കിൽ അതിലേ പോകണം. നമ്മുടെ വഴിയെ പോയിട്ടുണ്ടെങ്കിൽ കർത്താവ് കൂടെ നടന്ന് തിരുത്തി നമ്മെ കൂട്ടായ്മയിലേക്ക്, ശരിയായ വഴിയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നുണ്ട്. ഇത് രണ്ടും നമുക്ക് നടക്കണം. അങ്ങനെ ആഗ്രഹമുള്ളവർ നമുക്ക് പ്രാർത്ഥിക്കാം. ആ പൂജരാജാക്കന്മാരെ പോലെ, ആട്ടിടയന്മാരെ പോലെ, മറിയത്തെ പോലെ, യൗസേപ്പിനെ പോലെ ഈശോയെ കാണാൻ ആഗ്രഹിക്കാം. ആ സത്രത്തിലെ ഉടമകളെ പോലെ, അവിടുത്തെ പണ്ഡിതന്മാരെ പോലെ, ഹേറോദിനെ പോലെ ദുഷ്ടമനസ്സുണ്ടായിട്ടുണ്ടെങ്കിൽ അത് മാപ്പ് ചോദിച്ച് കർത്താവിനെ കാണാൻ വേണ്ടി ഹൃദയത്തിന്റെ വാതിലുകൾ തുറക്കാം. ഈശോയെ സ്വീകരിക്കാം. ഈശോ പറയുന്ന വഴിയിലൂടെ മാത്രം നടക്കാം. ഈശോയുടെ സഭയുടെ, കുടുംബത്തിന്റെ, സഭയുടെ കൂട്ടായ്മയിൽ നമുക്ക് ഒന്നിച്ചു നിൽക്കാം.